പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ധന്യവും അതിപരിശുദ്ധവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഷോർട്ട് മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും ആശ്വാസവും പകരുമാറാകട്ടെ എന്ന് ദൈവാത്മാവിൽ ആഗ്രഹിക്കുന്ന രാത്രികാലത്തെ ദൈവിക ചിന്ത ആത്മീയ വിജയം എന്നുള്ളതിനെ കുറിച്ചാണ്. ആത്മീകപരമായി ഒരു വിജയം നൽകിത്തരുന്ന സർവശക്തനായ ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പലപ്പോഴും വിജയിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, പരാജയങ്ങളുടെ മേഖലകളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, ആത്മീയപരമായി ഒരു വിജയം നൽകിത്തരുന്ന സർവശക്തനായ ദൈവം. അതിനാധാരമായി ഒരു വാക്യം വായിക്കുന്ന റോമാലേഖനം 8-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെ പൂർണ്ണ വിജയം പ്രാപിച്ചിരിക്കുന്നു. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ വിജയം പ്രാപിച്ചിരിക്കുന്നു. പലപ്പോഴും ലോകത്തിൽ നമുക്ക് വിജയം പ്രാപിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, പരാജയിതരായി തീർന്നുകൊണ്ടിരിക്കുമ്പോൾ, പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, പ്രതികൂലങ്ങളാൽ ഭാരം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം വിളിച്ചു പറയുന്നു, കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരു വിജയം നൽകി തരുവാൻ. നീ പ്രാർത്ഥിക്കുന്ന വിഷയം എന്താണോ, കണ്ണുനീരൊഴുക്കുന്ന വിഷയം എന്താണോ, ആമേൻ, ലോകം നിന്റെ വിഷയത്തെ കാണില്ല. അതിന് ഉദാഹരണമായിട്ട് നമുക്കറിയാം, ഒരു ഹന്നായുടെ ജീവിതത്തിൽ ആലയം വിട്ടുപിരിയാതെ ആലയത്തിന്റെ ഉള്ളറയിൽ ആമേൻ വേവലാതിയോടെ പ്രാർത്ഥിച്ചൊരു ഹന്നയെ നോക്കി പുരോഹിതനും കൂടെ നിന്നവരൊക്കെ ഹൃദയത്തിന്റെ വേദനയുടെ ആഴം എന്താണെന്ന് മനസ്സിലാക്കാൻ തയ്യാറാകാതെ ഭാഗ്യമായ രൂപം നോക്കി വിധിയെഴുതി മദ്യപിച്ചിട്ടും പിച്ചുമ്പേയും പറയുന്നു എന്ന് ചോദിച്ച് ഒരു ഹന്നായുടെ ജീവിതത്തെ വല്ലാതെ അലട്ടുമ്പോൾ, വല്ലാതെ വേദനപ്പെടുത്തുമ്പോൾ, ഹൃദയത്തിന്റെ ആഴം എന്താണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ വേദന എന്താണെന്ന് മനസ്സിലാക്കി ദൈവാത്മാവ് അവിടെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഒരുപക്ഷെ നിന്റെ നിലവിളിയുടെ ആവശ്യം എന്താണെന്ന് മറ്റുള്ളവർക്കറിയില്ല, പുരോഹിതനറിയിൽ. ആലയത്തിന്റെ അകത്തളത്തിൽ ആലയം വിട്ടുപിരിയാതെ നിലവിളിച്ച ഹന്നയുടെ നിലവിളിയുടെ ആഴം എന്താണെന്ന് പുരോഹിതനറിയത്തില്ല, കൂടെ നിന്ന ജനത്തിനറിയത്തില്ല. അവരൊക്കെ ഭാഗ്യരൂപം നോക്കി മദ്യപിച്ചു, ലക്ക് കെട്ട് നിൽക്കുന്നു എന്ന് വിധിയെഴുതിയപ്പോൾ സർവശക്തനായ ദൈവം ആമേ ഹന്നയുടെ ഭാഗ്യരൂപമല്ല നോക്കിയത്, ഹൃദയത്തിന്റെ ആഴത്തെ അറിയുവാൻ തക്കവണ്ണം അവിടെയായി തീർന്നു. അവിടെ ഒരു ആത്മിക വിജയം ദൈവാത്മാവ് ഹന്നയുടെ ജീവിതത്തിൽ നൽകിക്കൊടുത്തു. നാളിതുവരെ വാർദ്ധക്യമായിരുന്ന സമയം വരെയും മച്ചിയായ ആമേ ഇരുന്ന സാഹചര്യത്തിലും, മനുഷ്യന് പ്രവർത്തിക്കുവാൻ കഴിയാതിരുന്ന സാഹചര്യത്തിൽ, ലോക വൈദ്യന്മാർക്ക് പ്രവർത്തിക്കുവാൻ കഴിയാതിരുന്ന സ്ഥാനത്ത്, മനുഷ്യൻ ഭാഗ്യമായി നോക്കി വിധിയെഴുതിയ സ്ഥാനത്ത് സർവശക്തനായ ദൈവം ആത്മിക വിജയം ഹന്നയുടെ ഉള്ളിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് രാത്രികാല ദൂത് വിളിച്ച് പറയാം, നിന്റെ ഹൃദയത്തിന്റെ ആഴത്തിലെ വേദന എന്താണോ, നീ ഏതിനു വേണ്ടിയാണോ ആമേൻ പ്രാർത്ഥിക്കുന്നത്, ഏതിനു വേണ്ടിയാണോ നിലവിളിക്കുന്നത്, ആമേൻ, ഒരാത്മീയ വിജയം സർവശക്തനായ ദൈവം നിന്റെ ജീവിതത്തിൽ നൽകി തരുവാൻ തക്കവണ്ണം ഇടയായി തീരും. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 57-ാം വാക്യം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ജയം തരണമെങ്കിൽ, ഒരു വിജയം പ്രാപിക്കണമെങ്കിൽ ലോകത്തിൽ നിന്ന് നമുക്കൊരു വിജയം പ്രാപിക്കാൻ കഴിയത്തില്ല. സമൂഹത്തിന്റെ നടുവിൽ നമുക്കൊരു വിജയം പ്രാപിക്കാൻ കഴിയത്തില്ല. സമൂഹം നമ്മെ വിജയിപ്പിക്കാൻ അനുവദിക്കത്തില്ല. ആമീൻ. അവർ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് പരാജയപ്പെടുത്തി ഒതുക്കിക്കളയാൻ ആമീൻ ശ്രമിക്കുമ്പോൾ സർവശക്തനായ ദൈവം വിളിച്ചു പറയും, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് ആമീൻ സ്തോത്രം. അപ്പൊ ജയം ലഭിക്കണമെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീരണം. എവിടെയും ഒരു ജയം ലഭിക്കണമെങ്കിൽ, അതേതു മേഖലയിലാണെങ്കിലും ജയം പ്രാപിക്കണമെങ്കിൽ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീരണം. പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ജയിക്കാൻ ഭാഗ്യമായത് പലതും തെരഞ്ഞെടുക്കുമ്പോൾ
അത് പരാജയത്തിന്റെ മേഖലകളിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ വിഷയത്തെ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നു എങ്കിൽ, മനുഷ്യൻ ഭാഗ്യമായത് നോക്കി വിധി എഴുതുമ്പോൾ സർവശക്തനായ ദൈവം ഹൃദയത്തിന്റെ വേദനകളെ കണ്ട് അവിടെ വിജയം നൽകി തരുവാൻ തക്കവണ്ണം അവിടെയായി തീരും. 1 യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യം, ദൈവത്തിൽ നിന്ന് ധരിച്ച ഏവരും ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിച്ച ജയം നമ്മുടെ വിശ്വാസം തന്നെ എന്ന് തിരുവചനം വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുക. അപ്പൊ ലോകത്തെ ജയിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, നീ ഏതു വിഷയത്തിന് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, ഏതു വിഷയത്തിന് വേണ്ടിയാണോ നീ കണ്ണുനീരൊഴുക്കുന്നത്, ആ വിഷയത്തിന് ദൈവാത്മാവ് ഒരു ജയം നൽകി തരുവാനിടയായി തീരും. നിന്റെ വിഷയത്തെ നോക്കി പലരും നടക്കില്ല എന്നും വിജയം പ്രാപിക്കാൻ കഴിയത്തില്ല എന്നും നിന്നെ കൊണ്ടത് സാധിക്കത്തില്ല എന്നും നിന്റെ ജീവിതത്തിൽ അത് നടക്കത്തില്ല എന്നും മനുഷ്യൻ ഭാഗ്യമായി വിധിയെഴുതുമ്പോൾ സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, ആമേൻ, നിന്റെ ഹൃദയത്തിന്റെ നിലവിളിയുടെ ആഴത്തെ കണ്ട്, ആമേൻ, നിന്റെ വിഷയം എന്താണോ ആ വിഷയത്തിന്മേൽ ദൈവാത്മാവിടുന്ന് വിജയം നൽകി തന്ന് ശത്രുവിനെ പരാജയപ്പെടുത്തി ശത്രുവിനെ തോൽപ്പിച്ച ദൈവാത്മാവ് നിന്നെ ഉയർത്തുവാൻ, നിന്റെ വിഷയത്തിന് പരിഹാരം തന്ന് നിന്നെ മാനിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും എന്ന് തിരുവചനം വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത വിഷയത്തെ ദൈവസന്നിധി സമർപ്പിച്ചു കൊടുത്തൊരു വിജയം പ്രാപിക്കുവാൻ ഉടയ തമ്പുരാന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത പ്രത്യാശയോടെ മുന്നോട്ട് പോകാം. ചിന്തകളാൽ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.